എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായിട്ടിരിക്കണ ഈശ്വര ചൈതന്യം ഉണ്ടല്ലോ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈശ്വര ചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ആ ചൈതന്യത്തിനെ മറ്റുള്ളവർക്ക് ദർശിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും മാലിന്യങ്ങൾ, മനോമാലിന്യങ്ങളൊക്കെ വന്ന് അത്രയും മൂടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ കാണില്ല അല്ലേ. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പണ്ട് കാലത്തൊക്കെ ഉണ്ട് ഇങ്ങനെ റാന്തൽ വിളക്ക് എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് വെക്കുന്ന വിളക്ക്. അത് വൈകുന്നേരം നേരമായി ആ മുത്തശ്ശിമാർ അത് വന്നിട്ട് എപ്പോഴും അതിങ്ങനെ തുടച്ച് അതിൻ്റെ ചില്ല് എത്ര മിനുക്കുമോ അത്രയും മിനുക്കി വയ്ക്കും. അപ്പോൾ അത്രയും പ്രകാശം മുറിയിലുണ്ടാവും. അതേസമയം ആ ചില്ല് തുടയ്ക്കാണ്ടിരുന്നു വെച്ചാലോ കണ്ണ് കാണുമോ? ഇല്ല. അതിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെച്ചാലും പുറത്തേക്ക് വരില്ല, കരി പിടിച്ചിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള അപ്പം അത് വിളക്കിന് പ്രകാശം ഇല്ലാത്തതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ അല്ല കാണാത്തത്, അതിൻ്റെ ഉള്ളിലെ കരിയെ തുടച്ച് കളയാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നും എന്തുണ്ടാവണം, ഈ കരി തുടച്ചിട്ട് എന്നും ആ കരിയെ തുടച്ച് കളയണം. അപ്പോൾ എന്നും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ആ ചില്ല് പോലെയാണ് നമ്മുടെ മനസ്സ്. ഓരോ നിമിഷവും ഓരോ കാഴ്ച കാണുമ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴും ഓരോന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിൽ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ എത്ര വൃത്തിയാക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ മനസ്സിൽ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ മനോമാലിന്യം വരിക. അങ്ങനെ മനോമാലിന്യം അടിഞ്ഞു കൂടിയത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത്. സൗന്ദര്യമൊന്നുമല്ല ഒന്നിനും അടിസ്ഥാനം, ബാഹ്യമായ സൗന്ദര്യമൊന്നും അല്ലാതെ കണ്ട്. ബാഹ്യമായിട്ട് കാണുമ്പോൾ ഒരു സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷേ അവർ നിത്യോപാസന ചെയ്തിട്ട് അവർ ആ സ്വാധ്യായങ്ങളൊക്കെ ചെയ്തിട്ട് ഈശ്വരോപാസനയിൽ മുഴുകി കഴിയണ ആൾക്കാരാണെങ്കിൽ അവരെ കാണുമ്പോൾ എന്തൊരു തേജസ്, നമുക്ക് അറിയാണ്ട് തന്നെ നമസ്കരിക്കാൻ തോന്നും അല്ലേ. ആരോട് നമ്മളോട് ആരും പറയണ്ട, അവരൊന്ന് നമുക്ക് നമസ്കരിക്കാൻ തോന്നും. അപ്പോൾ ആ നമസ്കരിക്കാൻ തോന്നണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ വച്ചേക്കണ കണ്ണടയ്ക്കും വൃത്തി ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ട് അല്പമെങ്കിലും ആ കണ്ണടയിൽ ചെളി ഇല്ലാണ്ടാവണം അല്ലേ. ജനാലയുടെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അലക്കിയിടുന്ന വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ എന്തിനങ്ങനെ അലക്കണേ, സോപ്പ് കാട്ടിക്കളയാന്ന് പറഞ്ഞ് ഇത് കേട്ട് മടുത്തിട്ട് ഭർത്താവ് എന്ത് ചെയ്തു, ഒരു ദിവസം ഒരു ഇത്തിരി സോപ്പ് വെള്ളം കൊണ്ടിട്ട് ആ ചില്ലൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോഴാണ് മനസ്സിലായി ആ തുണിക്കല്ല കുഴപ്പം, ഈ കണ്ണട ചില്ലാണ്. അത് തുടച്ച് വൃത്തിയാക്കാണ്ടാണ് അതിൽ നോക്കി പറയണത്. അപ്പം നമ്മുടെ കണ്ണട ചില്ലുകളും കൂടി നമ്മൾ തുടച്ച് വൃത്തിയാക്കണേ. അതുകൊണ്ട് ഒരു രണ്ട് വശവും ക്ലിയർ ആവണം, അപ്പോഴേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള മനുഷ്യഭാവത്തിലിരിക്കുന്നവരുടെ ഉള്ളിൽ തന്നെ ആ ഈശ്വര ചൈതന്യം കൂടുതൽ പ്രകടമായിട്ട് കാണുന്നവരാണ് ഇതുപോലെ. അപ്പോൾ അവർ മാധവനായിട്ട് തീരുന്നു.